40 വർഷം മുൻപ് ഒരുമിച്ച് പഠിച്ചവർ ഒത്തുകൂടിയത് വെറുതെയായില്ല. ആ കൂട്ടായ്മയിൽ രൂപപ്പെട്ടത് ഒട്ടനവധി പേർക്ക് സഹായങ്ങളാണ്. സഹപാഠികൾക്ക് വീട് വെച്ച് നൽകാനുള്ള തീരുമാനത്തിലൂടെ മാതൃകയാവുകയാണ് കളമശ്ശേരിയിലെ KGS സുഹൃതം കൂട്ടായ്മ. സ്നേഹവും കൂട്ടായ്മകളും ഒത്തുചേരലുകളും കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ 40 വർഷം മുമ്പ് ഒരുമിച്ച് പഠിച്ചവർ സഹപാഠികൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ എടുത്ത തീരുമാനം പ്രശംസനീയമാണ്. കളമശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ 84-85 ബാച്ച് SSLC പരീക്ഷ എഴുതിയവരാണ് സുഹൃതം അറ്റ് 40 എന്ന പേരിൽ ഒത്തുകൂടിയത്. അവർ രൂപം നൽകിയ കൂട്ടായ്മയാണ് തങ്ങളുടെ കൂടെ പഠിച്ചവരിൽ ഏറ്റവും പിന്നോക്ക അവസ്ഥ നേരിടുന്ന വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ തീരുമാനമെടുത്തത്. 1 വർഷം ഒരു വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. 50 പിന്നിട്ട അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിക്കും രൂപം നൽകി. കൂട്ടായ്മ പരസ്പരം സഹായിക്കുന്ന ഒന്നായി വർദ്ധിക്കും. മാനസിക ഉല്ലാസത്തിനും വിനോദസഞ്ചാരത്തിനും കൂട്ടായ്മ നേതൃത്വം നൽകും. സൗത്ത് കളമശ്ശേരി സീ പാർക്ക് ഹോട്ടലിൽ ചേർന്ന യോഗം അബ്ദുൽ ഗഫൂർ, ചന്ദ്രബോസ്, ലാലു വർഗീസ് എന്നിവരെ കോർഡിനേറ്റർമാരായും വനിതാ കൂട്ടായ്മയുടെ കൺവീനറായി ബിന്ദുവിനെയും തിരഞ്ഞെടുത്തു. കളമശ്ശേരി ഗവൺമെൻറ് സ്കൂളിൽ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിക്ക് സഹപാഠി അബ്ദുൽ സലാം സ്മരണാർത്ഥം എൻഡോൺമെൻറ്റ് നൽകുവാനും തീരുമാനിച്ചു. ക്യാഷ് അവാർഡും മൊമെൻറ്റോയുമാണ് നൽകുക. ചടങ്ങിൽ സൂസൻ ടീച്ചറെ ആദരിച്ചു. വികാരപരമായ നന്ദി പ്രകടനമാണ് ടീച്ചർ നടത്തിയത്. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹ സമ്മാനം അത് എത്ര വിലമതിക്കുന്നതാണ്. സ്വർണ്ണം ഇല്ലെങ്കിലും അത് വളരെയേറെ വിലമതിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരെയും ഇങ്ങനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരാനും ഞങ്ങളുടെ ആ നിങ്ങളുടെ ആ സ്നേഹവിരുന്നും എല്ലാം ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി. അന്ന് അവരെല്ലാവരും എന്നെ വിളിച്ച് പറഞ്ഞു. എന്നാലും എല്ലാം ടീച്ചറും ശാന്ത ടീച്ചറും എല്ലാം വിവരണങ്ങളെല്ലാം എനിക്ക് തന്നു കേട്ടോ. എനിക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ശാന്ത ടീച്ചറിൻ്റെ വീട്ടിൽ കൊടുത്താലും എനിക്കത് വാങ്ങാവുന്നതല്ലേ ഉള്ളൂ, പിള്ളേരെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിർബന്ധം നിങ്ങളുടെ കൂടെ എന്നെയും കൂടെ വരുത്തി ഇത് നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ വെച്ച് തരണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നി. ഇത്രയ്ക്ക് സ്നേഹം നിങ്ങൾക്ക് ഞങ്ങളോടുണ്ടല്ലോ എന്ന് എന്നെ വീണ്ടും വിളിച്ചു വരുത്തി അതിനുള്ളൊരു സംവിധാനമൊക്കെ ഒരുക്കി ഇങ്ങനെ തരുന്നതിൽ ആ സ്നേഹം ആ കരുതൽ ഒക്കെ ഓർത്തിട്ട് ഞങ്ങൾക്ക് സത്യത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുകയാണ് കേട്ടോ. ഇത്രയും സ്നേഹം നിങ്ങൾ തൊട്ടിലിൽ നിന്ന് ഞങ്ങൾക്ക് അധ്യാപകർക്ക് ലഭിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെയുമല്ല നമ്മുടെ സ്കൂള് അന്ന് ആകെ ഒരു കോലാഹലം പിടിച്ചൊരു സ്കൂളല്ലായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത്രമാത്രം സ്നേഹം. പഴയ വിദ്യാർത്ഥികളുടെ സ്നേഹത്തിന്റെ ആഴം അളക്കാൻ കഴിയുന്നില്ലെന്നും അന്ന് കുട്ടികളെ ശിക്ഷിച്ചാൽ വീട്ടുകാരും കുട്ടികളും കൂടെ നിൽക്കുമെന്നും എന്നാൽ ഇന്ന് അങ്ങനെയല്ലെന്നും സൂസൻ ടീച്ചർ പറഞ്ഞു. VS സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് അബ്ദുൽ കലാം, ലാലു വർഗീസ്, ചന്ദ്രബോസ്, ഹംസ, AB, സബിയ, ബിന്ദു, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.